നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം 3 മണിക്ക് അവസാനിച്ചു. ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്താകെ 1269 പത്രികകളാണ് ലഭിച്ചിട്ടുള്ളത്. അന്തിമ കണക്കുകൾ ലഭ്യമാകുന്നതോടെ ഇതിൽ നേരിയ മാറ്റത്തിന് സാധ്യതയുണ്ട്. സമർപ്പിക്കപ്പെട്ട പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ മാർച്ച് 26 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും പ്രമുഖ മുന്നണികൾക്ക് വിമത സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. ഇവരെ 26-നകം അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നേതാക്കൾ. ഇതിനുശേഷമാകും കേരളത്തിലെ യഥാർത്ഥ മത്സര ചിത്രം തെളിയുക. സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ഇത്തവണ 2.72 കോടി വോട്ടർമാരാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കാൻ വിധിയെഴുതുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിയുമായി കോൺഗ്രസ്. ബംഗളൂരുവിലെ വീടിന്റെ വിവരം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചില്ല എന്നാണ് പരാതി. 200 കോടി രൂപ വില വരുന്ന വീടുണ്ടായിട്ടും സ്വന്തമായി വീടില്ലെന്ന് സത്യവാങ്മൂലത്തിൽ കാണിച്ചതാണ് പരാതി. കരമടച്ചതിന്റെ റെസിപ്റ്റ് ഉൾപ്പെടെ ചേർത്താണ് സ്ഥാനാർത്ഥിയെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതി. കഴിഞ്ഞ ദിവസമാണ് രാജീവ് ചന്ദ്രശേഖർ നിയമസ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഈ പത്രികയ്ക്കൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ തനിക്ക് സ്വന്തമായി വീടില്ല എന്ന കാര്യം പറഞ്ഞിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത്. കത്തിൽ BJP സീൽ. പിഴവ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച ഔദ്യോഗിക ഇമെയിൽ സന്ദേശത്തോടൊപ്പമുള്ള കത്തിൽ BJP കേരള ഘടകത്തിന്റെ സീൽ പതിഞ്ഞത് വലിയ രാഷ്ട്രീയ വിവാദമായതിനു പിന്നാലെ പിഴവ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് തികച്ചും സാങ്കേതികമായ ക്ലറിക്കൽ പിശക് മാത്രമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ വ്യക്തമാക്കി. സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് 2019 മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തത തേടി BJP സംസ്ഥാന ഘടകം CEO ഓഫീസിനെ സമീപിച്ചിരുന്നു. ഇതിനായി അവർ സമർപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം വെച്ചിരുന്ന 2019 കത്തിന്റെ പകർപ്പിലാണ് BJPയുടെ സീൽ ഉണ്ടായിരുന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ സുപ്രീം കോടതിയിൽ എതിർത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമല പ്രത്യേക വിഭാഗമായ ക്ഷേത്രമാണെന്നും മതപരമായ കാര്യങ്ങളിൽ സ്വന്തമായി നോക്കി നടത്താനുള്ള അവകാശം ഭരണഘടനാപരമായി ഉണ്ടെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യുവതീ പ്രവേശന വിലക്കിനെ ന്യായീകരിച്ചത്. മതകാര്യങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കാൻ ശബരിമലയ്ക്ക് അവകാശമുണ്ടെന്നും യുവതീ പ്രവേശനത്തിന് മാത്രമാണ് വിലക്കുള്ളതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് പാചകവാതക വിതരണത്തിൽ വലിയ മാറ്റത്തിനൊരുങ്ങി പൊതുമേഖലാ ഓയിൽ കമ്പനികൾ. നിലവിൽ വീടുകളിൽ ലഭിക്കുന്ന 14.2 കിലോ സിലിണ്ടറുകളുടെ അളവ് കുറച്ച് 10 കിലോ സിലിണ്ടറുകൾ മാത്രമാക്കാനാണ് കമ്പനികളുടെ നീക്കം. ഗ്യാസ് ക്ഷാമം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് പുതിയ പരിഷ്കാരം വരുന്നത്. പാചകവാതക ക്ഷാമം പരിഹരിക്കാനെന്ന പേരിൽ സിലിണ്ടറുകളുടെ ഭാരം കുറയ്ക്കുന്നത് സാധാരണക്കാരുടെ ബജറ്റിനെ ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. നിലവിലുള്ള വലിയ സിലിണ്ടറുകൾക്ക് പകരം ചെറിയ സിലിണ്ടറുകളിലേക്ക് മാറുന്നത് വഴി വിതരണ ശൃംഖലയിലെ പ്രതിസന്ധി മറികടക്കാമെന്നാണ് കമ്പനികളുടെ കണക്കുകൂട്ടലെങ്കിലും ഇത് സിലിണ്ടറുകളുടെ വിലയിലും റീഫില്ലിംഗ് നിരക്കിലും എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് കമ്പനികൾ വ്യക്തമാക്കിയിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള SNDP യോഗം ഭാരവാഹികളെ അയോഗ്യരാക്കിയ നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ഭാരവാഹികളെ അയോഗ്യരാക്കിക്കൊണ്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. അയോഗ്യത നടപടി തടഞ്ഞ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളി, അരയാക്കട്ടി സന്തോഷ് ഉൾപ്പെടെയുള്ളവർക്ക് ഇനി ഡയറക്ടർ ബോർഡ് പദവിയിൽ തുടരാം. മാർച്ച് 16-നാണ് SNDP യോഗം ഭാരവാഹികളെ അയോഗ്യരാക്കിയ സംഭവത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കാൻ വെൽഫെയർ പാർട്ടി. UDFനെ മുഴുവൻ സീറ്റുകളിലും പിന്തുണയ്ക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ബുധനാഴ്ചയുണ്ടാകും. UDFനെ പിന്തുണയ്ക്കുന്നത് സംബന്ധിച്ച് നാളെ ജില്ലാ അടിസ്ഥാനത്തിൽ യോഗങ്ങൾ ചേരും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകളിൽ വെൽഫെയർ പാർട്ടി മത്സരിച്ചിരുന്നു. എന്നാൽ ഇത്തവണ മത്സരത്തിനിറങ്ങാതെ UDFനെ പൂർണ്ണമായി പിന്തുണയ്ക്കാനാണ് തീരുമാനം. കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വെൽഫെയർ പാർട്ടി UDFുമായി ധാരണയിലെത്തി മത്സരിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പൂരപ്രദർശന ഉദ്ഘാടനത്തിൽ പാചകവാതക പ്രതിസന്ധിയെക്കുറിച്ച് തർക്കിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഉദ്ഘാടന ചടങ്ങിൽ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അവസാനിപ്പിക്കാൻ പ്രാർത്ഥന അർപ്പിച്ച് പ്രസംഗം അവസാനിപ്പിച്ച കേന്ദ്രമന്ത്രിയോട് സാധാരണക്കാർ നേരിടുന്ന പാചകവാതക പ്രതിസന്ധികൾക്ക് പരിഹാരം വേണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പ്രസംഗത്തിലൂടെ ആവശ്യപ്പെട്ടതായിരുന്നു തർക്കത്തിന്റെ തുടക്കം. ക്ഷേത്രങ്ങളിലെ അന്നദാനങ്ങൾക്കും പാചകവാതക പ്രതിസന്ധി വെല്ലുവിളിയാകുന്നതായും അതിൽ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പരിഹാരം കാണണമെന്നും മുഖ്യപ്രഭാഷണത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ആവശ്യപ്പെട്ടു.
പ്രതിസന്ധി മൂലം ത്രിപുര ക്ഷേത്രത്തിലെ ചില അന്നദാനം മുടങ്ങിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേശീയപാതകളിലെ കുഴികളും വിള്ളലുകളും കണ്ടെത്താൻ ഇനി AI. രാജ്യത്തെ ദേശീയപാതകളുടെ പരിപാലനത്തിന് AI സഹായത്തോടെ പുതിയ പദ്ധതിയുമായി ദേശീയപാത അതോറിറ്റി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ദേശീയപാതയിലെ ഗതാഗത നിയമലംഘനം കണ്ടെത്തുന്ന പദ്ധതി ഫലപ്രദമായി തന്നെ പുരോഗമിക്കുന്നതിനിടെയാണ് റോഡ് പരിപാലനത്തിനും പുതിയ സാങ്കേതികവിദ്യ വ്യാപകമാക്കുന്നത്. ഇക്കാര്യത്തിൽ AIയുടെയും മെഷീൻ ലേണിംഗിന്റെയും സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തും. മൈസൂരുവിൽ വാഹനാപകടത്തിൽ 4 മലയാളികൾക്ക് ദാരുണാന്ത്യം. ചന്നപ്പേട്ടയ്ക്ക് സമീപം PK ട്രാവൽസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്വകാര്യ സ്ലീപ്പർ ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ബസ്സിലെ യാത്രക്കാരായ 4 പേരാണ് മരിച്ചത്. കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോയതായിരുന്നു ബസ്. മറ്റ് യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. കൊയിലാണ്ടി സ്വദേശി മുഹമ്മദ് ഫർഹാൻ, റഫീസ്, റഷീദ്, മാഹി സ്വദേശി സാക്കർ എന്നിവരാണ് മരിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പോലീസ് പറയുന്നത്.